ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹണ്ടർ ആനിമി സീരീസിലെ 3-ാം സീസണിലെ 8ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടെന്ന് വെച്ചാൽ ഫാനറ്റ് ട്രൂപ്പ് എന്ന ഗുണ്ടാ സംഘത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മെമ്പർ ആയിട്ടുള്ള വോഗിൻ നമ്മുടെ കുറാപ്പികക്കെതിരെ നമ്മുടെ വോഗിനാണെങ്കിൽ അവന്റെ പക തീർക്കാൻ വേണ്ടി കുറാപ്പികയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ്. അതുവരെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. എന്തായാലും ഈ ഒരു എപ്പിസോഡ് പോകുന്നതിന് മുമ്പേ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നമ്മൾ എല്ലാ വീഡിയോസിലും ലൈക്ക് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുന്നത് കുറവാണ്. തുടക്കം തൊട്ടേ ഉള്ള ആൾക്കാരാണ് ഈ ഹണ്ടറിലെ വ്യൂവേഴ്സ്. അത് കാരണം എത്ര തുടക്കത്തിലുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക എത്ര ലൈക്ക് കിട്ടുമെന്ന്. ആൻഡ് ഈ ഒരു വീഡിയോക്ക് 200 ലൈക്ക് ആവുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ 9ാമത്തെ എപ്പിസോഡും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് എന്നാണോ അന്ന് തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ റിലീസ് ചെയ്തിട്ട് എന്ന് തന്നെ നമ്മൾക്ക് 200 ലൈക്ക് കിട്ടുകയാണെങ്കിൽ അന്ന് തന്നെ നമ്മൾ 9ാമത്തെ എപ്പിസോഡും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഗോണ്ണയും കിലുവയും കുറേ കാലത്തിന് ശേഷം നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണുന്നുണ്ട്. പക്ഷേ ഒരു ബാഡ് ന്യൂസ് കൂടി ഉണ്ട്. നമ്മൾ വോഗിനും കുറാപ്പിക്കും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഈ ഒരു എപ്പിസോഡിലായിരിക്കില്ല, അത് അടുത്ത എപ്പിസോഡിലായിരിക്കും. എല്ലാവരും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്ര ലൈക്ക് ആക്കാൻ പറ്റുമോ അത്ര ലൈക്ക് ആക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളെ കുറാപ്പിക്കയും ഹിസോക്കയാണ് കാണിക്കുന്നത്. ഹിസോക്കാണെങ്കിൽ ഫാനറ്റ് ട്രൂപ്പ് എന്ന ഗുണ്ടാ സംഘത്തിന് ബോസിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടണം. അതുപോലെ തന്നെ നമ്മളെ കുറാപ്പിക്കാണെങ്കിൽ ഫാനറ്റ് ട്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിന്റെയും എബിലിറ്റീസ് ഒക്കെ പഠിക്കും വേണം. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനുള്ള ഒരു പ്രൊപ്പോസലുമായിട്ടാണ് നമ്മളെ ഹിസോക്ക കുറാപ്പിക്കയെ വിളിച്ചത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറാപ്പിക്കക്ക് ഒരു കോൾ വരുന്നത്. അതാണെങ്കിൽ ഹിസോക്കയുടെ സമ്മതപ്രകാരം എടുക്കുന്നുണ്ട്. അത് നമ്മളെ കുറാപ്പിക്കയുടെ ഒപ്പം ഇറക്കുന്ന ബോഡി ഗാർഡ്സ് ആയിരുന്നു. നമ്മൾ ഇപ്പോൾ അടുത്ത് ക്യാപ്ചർ ചെയ്ത് വോഗിനാണെങ്കിൽ അവനാണെങ്കിൽ ഇപ്പോൾ കാണാനില്ല, അവൻ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഫാനറ്റ് ട്രൂപ്പിലെ മെമ്പേഴ്സ് മാഫിയയുടെ വേഷം ധരിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു. ഇതറിയാതെയാണ് നമ്മളെ ബോഡി ഗാർഡ്സിന്റെ ഹെഡ് വാതിൽ തുറന്നു കൊടുക്കുന്നത്. അത് കാരണം തന്നെ ബോഡി ഗാർഡ്സിന്റെ ഹെഡ് ഇപ്പോൾ മരിച്ചിട്ടുണ്ട്. നീ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ നോക്ക്. നമ്മളെ കുറാപ്പിക്കയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ശേഷം കുറാപ്പിക്കയാണെങ്കിൽ ഹിസോക്കയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്റെ ക്ലാനിന്റെ സ്കാർലറ്റ് ഐസ് അതിപ്പോ എവിടെയാണ്, എന്താണ് അതിന്റെ അവസ്ഥ എന്നൊക്കെ വല്ലതും നിനക്കറിയോ? അപ്പൊ ഹിസോക്ക് പറയുന്നുണ്ട്, ഞാൻ 2 വർഷം മുന്നെയാണ് ജോയിൻ ചെയ്തത്, പക്ഷെ സ്കാർലറ്റ് ഐസ് കട്ടത് 5 വർഷം മുന്നെയാണ്. അത് കാരണം അതിനെക്കുറിച്ച് എനിക്ക് വല്ല അറിവൊന്നുമില്ല. എന്തൊക്കെയായാലും ബോസിന്റെ ശീലം എന്ന് പറഞ്ഞാൽ ബോസിന് എത്ര ഇഷ്ടമുള്ള ഒരു സാധനമായാലും കുറച്ചു കാലം അത് അഡ്മയർ ചെയ്തതിനു ശേഷം അത് വിൽക്കും. അങ്ങനെയാണെങ്കിൽ സ്കാർലറ്റ് ഐസും അതുപോലെ തന്നെ വിറ്റുപോയിട്ടുണ്ടായിരിക്കും. എന്തൊക്കെയായാലും എനിക്ക് നിന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ഒരു സ്പൈഡർ എന്ന് പറഞ്ഞാൽ അതിന്റെ തല പോവാതെ അതിന്റെ അനക്കം നിൽക്കില്ല. ഒരു സ്പൈഡറിന്റെ അനക്കം നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ തല പോകണം. പക്ഷെ നമ്മളെ കുറാപ്പിക അപ്പോഴത്തേനും അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. പോകുന്നതിന് മുൻപേ അവൻ പറയുന്നുണ്ട്, ഞാൻ നാളെ ഈ ഒരു സെയിം ടൈമിൽ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ശേഷം നമ്മൾ നോസ്ട്രാറ്റ് ഫാമിലിയുടെ ബോഡി ഗാർഡ്സിന്റെ സീനാണ് കാണുന്നത്. അവരുടെ ലീഡർ ആണെങ്കിൽ ഇപ്പോൾ ഡെഡ് ആയിട്ടുണ്ട്. അത് കാരണം അവർക്ക് അവരുടെ ബോസിനെ വിളിക്കാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഇവരാണെങ്കിൽ ഇവരെ മിഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവരാണെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ബോസിനെ വിളിച്ച് അറിയിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ബോഡി ഗാർഡ്സിനും അവരുടെ ശരിക്കുള്ള ബോസ് ആരാണെന്ന് അറിയണ്ടായിരുന്നില്ല. അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഒരു ചെറിയ പെൺകുട്ടിയാണ് അവരുടെ ബോസ് എന്ന്. പക്ഷെ ശരിക്കുള്ള ബോഡി ഗാർഡ് ആരെന്ന് വെച്ചാൽ ഇവർ ബോസ് ആണെന്ന് വിചാരിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ് ശരിക്കുള്ള ബോസ്. ഇവരുടെ കയ്യിലാണെങ്കിൽ ആ ഒരു ബോസിന്റെ നമ്പറൊന്നുമില്ല. പിന്നെ ഇവർക്ക് ആകെ ശരിക്കുള്ള ബോസിനെ കോൺടാക്ട് ചെയ്യാനുള്ള ആകെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോസിന്റെ മകളിനോട് ചോദിച്ചിട്ട് ആ ഒരു മകളെ കൊണ്ട് വിളിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനായി അവരാണെങ്കിൽ ബോസിന്റെ മകളെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുകയാണ്. എണീറ്റപ്പോൾ തന്നെ അവൾ ചോദിക്കുകയാണ്, ഓപ്ഷൻ എന്തായി, ഓപ്ഷന്റെ കാര്യങ്ങളൊക്കെ എന്തായി? അപ്പോൾ കുറാപ്പിക പറയുന്നുണ്ട്, ഓപ്ഷൻ ക്യാൻസലായി. ഓപ്ഷൻ നടക്കുന്ന രാത്രിയാണെങ്കിൽ കുറച്ച് കള്ളന്മാർ അറ്റാക്ക് ചെയ്തു. അത് കാരണം തന്നെയാണ് ഓപ്ഷൻ ക്യാൻസൽ ആയതും നമ്മുടെ ലീഡറും അത് കാരണം തന്നെയാണ് നമ്മളൊപ്പം ഇപ്പോൾ ഇല്ലാത്തതും. നമ്മളെ ബോഡി ഗാർഡ്സ് ഉൾപ്പെടെ കുറെ ആൾക്കാർ മരിച്ചു. ഇത് കേട്ട് അവൾ ആവും എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ട് അപ്പോൾ ഓപ്ഷനിൽ വിൽക്കാൻ വെച്ച മമ്മി എന്തായി? ഇത് കേട്ട് നമ്മളെ കുറാപ്പിക്ക പറയാണ്, മാഫിയ കമ്മ്യൂണിറ്റി ഒരു ഓപ്ഷനിൽ വിൽക്കാൻ വെച്ച എല്ലാ സാധനങ്ങളും ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കാരണം അത് കള്ളന്മാർ കട്ടോണ്ടിട്ടൊന്നുമില്ല. ഇത് കേട്ടപ്പോൾ അവൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഹാപ്പി ആവാണ്. ശേഷം അവളോട് ബോസിനെ വിളിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ്. അത് കാരണം തന്നെ അവളാണെങ്കിൽ ഫോൺ കൊടുത്തിട്ട് ഇതിന് നമ്പർ ഉണ്ട്, നിങ്ങൾ വിളിച്ചോ എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ കുറാപ്പിക സ്കോള എന്ന് പറയുന്ന കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളോട് വിളിക്കാൻ പറയാണ്. പക്ഷെ അവനക്കാണെങ്കിൽ ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി പുതിയ ലീഡർ ആവാൻ വേണ്ടിയിട്ട് വേറെ ആളെ തിരഞ്ഞെടുക്കണം. അതിനായി എല്ലാവരും തന്നെ കുറാപ്പികയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കുറാപ്പിക ലീഡർ ആവണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് കാരണം തന്നെ എല്ലാവരുടെയും സമ്മതപ്രകാരം നമ്മളെ കുറാപ്പിക ഒരു ലീഡർ ആവാണ്. അപ്പോൾ തന്നെ നമ്മളെ കുറാപ്പിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എത്ര പെട്ടെന്ന് എനിക്കൊരു ചാൻസ് കിട്ടുമെന്ന്. ശേഷം കുറാപ്പിക ഒരു പെൺകുട്ടിയോട് പറയുന്നുണ്ട്, ആദ്യം നിങ്ങൾ വിളിച്ചിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും എന്നെയൊക്കെ ഒന്ന് ബ്രീഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് തന്നാൽ മതി. അത് പറഞ്ഞ പോലെ തന്നെ ആ ഒരു പെൺകുട്ടി ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറാപ്പിക കൊടുത്തപ്പോൾ തന്നെ നമ്മളെ ബോസ് പറയാണ്, ബോഡി ഗാർഡ്സിന്റെ ഹെഡ് ആയിട്ടുള്ള ഡൾസോളല്ലേ മരിച്ചെന്ന വിവരം ശരിയാണോ? ഞാൻ എങ്ങനെ നോക്കിയിട്ടും എനിക്ക് ആ ഒരു ന്യൂസ് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവനൊരു പോറൽ പോലും ഏൽക്കാതെ 10 ബുള്ളറ്റ്സ് പോലും തടയാൻ പറ്റുന്ന ഒരു ബോഡി ഗാർഡ് ആയിരുന്നു അവൻ കൊല്ലപ്പെട്ടത് ഒരു ഫാനറ്റ് ട്രൂപ്പ് മെമ്പറിന്റെ കൈ കൊണ്ടാണ്. അതിലൊരുത്തനാണെങ്കിൽ ഒരു ബസൂക്ക റോക്കറ്റ് വരെ അവൻ ഒറ്റൊരു കൈ കൊണ്ട് അവൻ തടഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ബോസിന് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാവാണ്. അതിനുശേഷമാണ് നമ്മളെ കുറാപ്പികയുടെ ഒപ്പീനിയൻ ചോദിക്കുകയാണ് നമ്മളെ ബോസ്. അപ്പോൾ കുറാപ്പിക പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങളെ മകളെ
മക്കളെ എത്രയും പെട്ടെന്ന് യോഗ്രോൺ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മളെ ബോസ് പറയുന്നുണ്ട്, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്തായാലും എൻ്റെ മകളുടെ ഒപ്പീനിയൻ കൂടി നോക്കിയിട്ട് ഒരു ഡിസിഷൻ പറയാം. ഞാൻ എന്തായാലും നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവിടേക്ക് എത്തും. അതുവരേക്കും എൻ്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ടായിരിക്കണം. എന്നിട്ട് കോൾ കട്ടാക്കിയതിനു ശേഷമാണെങ്കിൽ നമ്മൾ കുറാപ്പയ്ക്കാണെങ്കിൽ ബോസിൻ്റെ മകളോട് ബോസ് നാളെ വൈകുന്നേരം ഇങ്ങോട്ട് എത്തുന്നുണ്ടെന്നും അതുവരേക്കും നീ ഈ റൂമിൻ്റെ ഉള്ളിൽ മാത്രം ഇരിക്കാൻ പാടുള്ളൂ എന്നും ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മൾ കുറാപ്പിക താഴത്തോട്ട് പോവുകയാണ്. ശേഷം ഒരു വിജനമായ വീടാണ് കാണിക്കുന്നത്. അതിനുള്ളിലാണെങ്കിൽ ഷൾനാർക്കും ഉവോഗിനും ഫ്രാങ്ക്ലിനും ഒക്കെ ഉണ്ടായിരുന്നു. ഷൾനാർക്കിന്റെ പണി എന്തെന്ന് വെച്ചാൽ അവനാണെങ്കിൽ ഒരു പ്രോ ഹണ്ടറാണ്. അത് കാരണം തന്നെ പ്രോ ഹണ്ടറിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ഉവോഗിനെ കുറാപ്പയുടെ ടീമിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. സോ ആ ഒരു ബിൽഡിംഗ് ആരുടെ പേരിലാണ് അല്ലെങ്കിൽ ആ ഒരു ഹോട്ടൽ ആരുടെ പേരിലാണ് എടുത്തിരിക്കുന്നത് എന്നൊരു ഇൻഫർമേഷൻ ഹണ്ടേഴ്സിന് മാത്രം കിട്ടുന്ന ആ ഒരു വെബ്സൈറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവസാനം ഷൾനാർക്കിന് ആ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. നമ്മുടെ കുറാപ്പിക വർക്ക് ചെയ്യുന്ന നൊസ്ട്രാഡ് ഫാമിലിയാണ് അത് ഓൺ ചെയ്തിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ഷൾനാർക്കാണെങ്കിൽ ഉവോഗിന് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനായി ഉവോഗിനാണെങ്കിൽ അവനൊരു കിസ് കൊടുത്തതിനു ശേഷം നമ്മുടെ കുറാപ്പികയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറാപ്പികയും ടീമും കറന്റിൽ താമസിക്കുന്ന ആ ഒരു ബിൽഡിംഗ് ഇല്ലേ അവിടേക്ക് വരാൻ നിൽക്കുകയാണ്. ശേഷം കുറാപ്പികയാണ് നമ്മൾ കാണുന്നത്. അവനാണെങ്കിൽ ഇപ്പൊ എന്താണ് നമ്മൾ ഷൾനാർക്ക് ചെയ്തത് അതേ കാര്യം തന്നെയാണ് നമ്മുടെ കുറാപ്പികയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറാപ്പികയാണ് ഈ ഒരു ഹണ്ടേഴ്സിന് മാത്രം ലഭിക്കുന്ന ഒരു വെബ്സൈറ്റ് കയറി അവരിപ്പോൾ നിൽക്കുന്ന ഒരു നൊസ്ട്രാഡ് ഫാമിലിയെ പറ്റി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർക്കൊരു ഭീഷണിയായി മാറുന്ന തരത്തിൽ കുറെ ഇൻഫർമേഷൻ അതിൽ കിടക്കുന്നത്. സോ ആ ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ അവനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഉവോഗിൻ ബോസിന്റെ മകളെ ഒരിക്കലും എത്താത്ത രീതിയിൽ പിന്നെ ബോസിന്റെ മകൾക്കും വേണ്ടിയിട്ടും പിന്നെ ബാക്കിയുള്ള ബോഡി ഗാർഡ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു വേറെ സെപ്പറേറ്റ് റൂം എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ബോഡി ഗാർഡ് നമ്മളെ കുറാപ്പികയോട് ചോദിക്കുകയാണ്, കുറാപ്പിക അപ്പോൾ നിന്റെ കാര്യം എന്താണ്? കുറാപ്പിക പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്നോളാം, അവൻ എന്തായാലും ഇങ്ങോട്ട് വരും. ശേഷം നമ്മൾ കേൾക്കുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ 30 ലക്ഷമുള്ള ഒരു ഡയമണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു 24 ലക്ഷം കാശ് ഇരിക്കുന്നുണ്ട്. പിന്നെ ആം റെസ്ലിംഗ് ചെയ്ത് കിട്ടിയ ഒരു 27,500 ജനിയും കൂടിയുണ്ട്. ഇപ്പം നമ്മളുടെ കയ്യിൽ ടോട്ടൽ ഒരു 80 ലക്ഷം ജനി ഉണ്ടായിരിക്കും, അഥവാ ഒരു 80 മില്യൺ ജനി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആകെ ബിസിനസ് സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ ലിയോറയെയും പിന്നെ തൊട്ടടുത്ത് തന്നെ നമ്മളെ ഗോണിനെയും കെൽവയെയും നമ്മൾ കാണുന്നുണ്ട്. ഇവരുടെ കയ്യിൽ ഇപ്പോൾ ആകെയുള്ളത് 80 മില്യൺ ആണ്. ഇനി ഇവർക്ക് ഈ ഒരു ഗ്രീഡ് ഐലൻഡ് എന്ന് പറഞ്ഞ ഗെയിം മേടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 9 ബില്യൺ ജനി വേണം. അപ്പോൾ ലിയോറെ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല നമുക്ക് നിയമപരമായി ഒരു 80 മില്യൺ ഒരു 9 ബില്യൺ ആക്കിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അപ്പോൾ നമ്മളെ കിലുവ പറയുന്നുണ്ട്, ഇനി നമുക്ക് ഈ ഒരു ആം റെസ്ലിംഗിലൂടെ തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പോൾ തന്നെ ആദ്യം തോറ്റ ആൾക്കാർ വീണ്ടും വന്നിട്ട് റിവെഞ്ച് എടുക്കാൻ വേണ്ടി അങ്ങനെയുള്ളവർ മാത്രമാണ് ഈ ഒരു ആം റെസ്ലിംഗിൽ പങ്കെടുക്കുന്നുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നമ്മളെ ഗോണിനെ ഓൾറെഡി ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന്. അപ്പോൾ ലിയോറി പറയുന്നുണ്ട്, അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും നമ്മളെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയണം, നമ്മളെ പറ്റി നാട്ടിലൊരു സംസാരം ഉണ്ടാവണം, അത്രമാത്രമാണ് നമുക്കിപ്പോൾ വേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ താനെ നടന്നോളും. അങ്ങനെ വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരാണെങ്കിൽ വീണ്ടും ഈ ഒരു ആം റെസ്ലിംഗ് കോമ്പറ്റീഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ലാസ്റ്റ് നടന്ന അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 30 ലക്ഷത്തിന്റെ ഡയമണ്ട് ഉണ്ട്. ഈ ഒരു ചെറിയ കുട്ടിയെ നിങ്ങൾ ഡിഫീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 30 ലക്ഷത്തിന്റെ ഡയമണ്ട് കിട്ടും. പക്ഷേ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 10,000 ജനി ആദ്യം അടക്കണം. സോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇവൻ ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ അവൻ്റെ അടുത്തേക്കുന്ന ആൾ പറയുന്നുണ്ട്, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട, അവൻ ഇന്നലെ ഒരു 500 ആൾക്കാരെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞതാ, അതിൽ 20-ൽ കൂടുതൽ ആൾക്കാരുടെ കൈ ഒടിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണെങ്കിൽ നമ്മളെ ലിയോറിയോ കേൾക്കുന്നുണ്ട്. അത് കാരണം തന്നെ അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, കഥകളൊക്കെ നന്നായിട്ട് തന്നെ പടരുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അത്യാവശ്യം വെയിറ്റും ഹൈറ്റും ഒക്കെ ഉള്ള ഒരാളെ മുന്നിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ലിയോറി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? അപ്പോഴാണെങ്കിൽ അയാളെ കൂടെ വെക്കുന്ന ആൾ പറയുന്നുണ്ട്, എനിക്ക് ഓൾറെഡി അറിയാം ഇവന് ആ ഒരു ചെറിയ കുട്ടിയെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ലെന്ന്. ഞങ്ങളിപ്പോൾ അതിനല്ല ഇങ്ങോട്ട് വന്നത്, ഞങ്ങളൊപ്പം ചേർന്നിട്ട് ഒരു ശരിക്കുള്ള പൈസ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ? എനിക്ക് ഒരു സ്ഥലം അറിയാം, നിങ്ങൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടി കൂടുതൽ 1000 മടങ്ങ് പൈസ അവിടെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് തന്നെയായിരുന്നു നമ്മളെ ലിയോറിയുടെയും പ്ലാന്. അപ്പോൾ അയാളാണെങ്കിൽ നമ്മളെ ലിയോറിയും ഗോണിനെയും കിലുവയും കൊണ്ട് ഒരു സ്ഥലത്ത് എത്തുകയാണ്. അതാണെങ്കിൽ ആം റെസ്ലിംഗ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു, പക്ഷേ ഒരു വലിയ സ്ഥലമാണെന്ന് മാത്രം. അങ്ങനെ ആ ഒരു കോമ്പറ്റീഷനിലോട്ട് നമ്മളെ ഗോണാണെങ്കിൽ ഇങ്ങനെ ചേരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഒരാൾ വന്നിട്ട് പറയാണ്, സോറി ആം റെസ്ലിംഗ് കോമ്പറ്റീഷൻ ക്യാൻസൽ ആക്കിയിരിക്കുകയാണ്, പകരം നമ്മൾ വെക്കാൻ പോകുന്ന കോമ്പറ്റീഷനാണ് ബൗണ്ടി ഹണ്ടിങ്. നിങ്ങൾക്കിപ്പോൾ ഒരു ലിസ്റ്റ് തരും, അതിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ആളെ വെച്ചിട്ട് 2 ബില്യൺ ജനിയാണ് കിട്ടാൻ പോകുന്നത് എന്നും പറഞ്ഞ് ഇവർക്ക് ഒരു 7 ആൾ അടങ്ങുന്ന ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്. അതാണെങ്കിൽ മറ്റൊരായിരുന്നില്ല, ഫാനട്രൂപ്പ് തന്നെയായിരുന്നു. അതാണെങ്കിൽ ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ അതിലെ ഷിസുക്കു എന്ന് പറയുന്ന മെമ്പർ നമ്മളെ ഗോണേറ്റ് ഒരു പ്രാവശ്യം ആം റെസ്ലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ ഗോണും കിലുവയും ലിയോറിയും ഒക്കെ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കിലുവ വേറൊരാൾ സംസാരിക്കുന്നത് കേൾക്കാനിടയാവുന്നത്. ഈ ലിസ്റ്റിലുള്ള 7 ആൾക്കാർ ചേർന്നിട്ടാണ് ഓപ്ഷൻ അറ്റാക്ക് ചെയ്തത്. ശേഷം അവർ പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ഇതേസമയം ലിയോറി പറയുന്നുണ്ട്, നമ്മളെല്ലാവരും പിടിക്കുകയാണെങ്കിൽ നമുക്ക് 14 ബില്യൺ ജനിയാണ് കിട്ടാൻ പോകുന്നത്. ശേഷം ഇവർ ആ ഒരു ബിൽഡിംഗ്
ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് മാഫിയ കമ്മ്യൂണിറ്റി മാത്രം ചേർന്നുകൊണ്ട് ഈ ഒരു ആൾക്കാരെ പിടിക്കാൻ പറ്റില്ല എന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞിട്ട് അത് കാരണമാണ് അവരിങ്ങനെ ഒരു ബോണ്ടി ഹണ്ടിങ് കോമ്പറ്റീഷൻ ഈ ഒരു കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗോൺ ചോദിക്കുന്നുണ്ട് മാഫിയ കമ്മ്യൂണിറ്റി എന്തിനാണ് ഇവരെ പിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കിലോ പറയുന്നുണ്ട് ഇന്നലെ ഓപ്ഷൻ അറ്റാക്ക് ചെയ്യപ്പെട്ടത് ഈ ഒരു 7 ആൾക്കാർ ചേർന്നിട്ടാണ്, അത് കാരണമാണ് മാഫിയ ഇവരെ പിടിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അവർക്ക് ഒറ്റയ്ക്ക് ഈ ഒരു 7 ആൾക്കാരെ പിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ലിയോറി പറയാണ് ഓപ്ഷൻ അറ്റാക്ക് ചെയ്യപ്പെട്ടെന്നോ, അത്രക്കും ഭ്രാന്തുള്ള ആരാണുള്ളത്. അപ്പോഴാണ് അവർക്ക് ഒരു ഗുണ്ടാ സംഘത്തെ പറ്റി ഓർമ്മ വരുന്നത്. അതെ, ഫാൻഡ് ട്രൂപ്പിനെ പറ്റി തന്നെ. അങ്ങനെ ഫാൻഡ് ട്രൂപ്പിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും കുറാപ്പിക ഓർമ്മ വരുന്നത്. അത് കാരണം ഇവർ കുറാപ്പികൾക്ക് കോൾ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇതേ സമയം നമ്മളെ കുറാപ്പിക നോക്കുകയാണെങ്കിൽ അവനാണെങ്കിൽ ഇങ്ങനെ ഫാൻഡ് ട്രൂപ്പിലെ മെമ്പറായിട്ടുള്ള ഉവോഗിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഗോളിന്റെ കോൾ ആണെങ്കിൽ അവൻ ആൻസർ ചെയ്യുന്നില്ല. അപ്പോൾ ലിയോറിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ അവനിപ്പോൾ ഒരു ബോഡി ഗാർഡായിട്ട് വർക്ക് ചെയ്യാന്നാണ് കേട്ടത്, അപ്പോൾ മിക്കവാറും അവൻ അതിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും. ഇതേ സമയം നമ്മളെ കുറാപ്പിക്കുകയാണെങ്കിൽ ഉവോഗിനെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ ഡോർ തുറക്കുകയും അതാണെങ്കിൽ മറ്റൊരായിരുന്നില്ല നമ്മളെ ഉവോഗിൻ തന്നെയായിരുന്നു. ഉവോഗിനാണെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഒറ്റക്കാണല്ലേ, ഞാൻ ഇംപ്രസ് ആയിട്ടുണ്ട്, ഇനി നിനക്ക് എവിടെയാണ് ചാവേണ്ടത്, നിന്നിൽ നിന്ന് ഏത് തരം റിക്വസ്റ്റും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ചുറ്റുഭാഗം ആരുമില്ലാത്ത ഒരു മരുഭൂമി പോലത്തെ സ്ഥലം മതി, കാരണം നീ എന്തായാലും കുറെ നേരം കിടന്ന് അലറും, അത് വെറുതെ കുറെ ആൾക്കാരെ കേൾപ്പിക്കേണ്ട കാര്യമല്ലോ. ഇത് കേട്ട് ഉവോഗിന് ദേഷ്യം കൂടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സീനോടി കാണിച്ചിട്ടാണ് നമ്മളെ 8ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ എനിക്ക് പറയാനുള്ളത് അടുത്ത എപ്പിസോഡ് എന്ന് വെച്ചാൽ ഒരു കിടിലൻ എപ്പിസോഡ് തന്നെയാണ്. സോ അടുത്ത എപ്പിസോഡിന് വേണ്ടി എല്ലാവരും തന്നെ 200 ലൈക്ക് ആക്കുക. എന്തായാലും എനിക്കൊരു 200 വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു വീഡിയോ എന്തായാലും ഒരു 200 ആൾക്കാരൊക്കെ കാണും. അങ്ങനെയാണെങ്കിൽ 200 ലൈക്കൊക്കെ ഈസി ആയിട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത എപ്പിസോഡ് കാണാം. സോ ബൈ.